ഹായ് ഫ്രം മോഡി ടോക്സ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് എനിക്ക് വന്നൊരു കമൻറ്റിൽ നിന്നാണ്. എനിക്ക് വന്ന കമൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴും സേവിങ്സിൻ്റെ വീഡിയോ ചെയ്യുന്ന എന്നോട് ചോദിച്ചു, കടമുള്ളവൻ എങ്ങനെ സേവ് ചെയ്യും? സത്യമാണ്, കടമുള്ളവൻ എങ്ങനെ സേവ് ചെയ്യും? പക്ഷേ സേവ് ചെയ്യണം. നമ്മുടെ അടവുകൾ എത്രയാണെന്ന് നമ്മൾ എഴുതി വെക്കണം. അതിൽ നിന്നും ഏറ്റവും പലിശ കൂടിയ അടവുകളായിരിക്കണം നമ്മൾ വേഗം തീർക്കാൻ ശ്രമിക്കേണ്ടത്. അതിൽ നമ്മൾ എക്സ്ട്രാ വരുമാനം നമുക്ക് നേടേണ്ടി വരും ചിലപ്പോൾ ഇത് തീരാൻ. കാരണം നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങാത്തത്ര അടവുണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വരുമാനങ്ങൾ കണ്ടെത്തണം. ഇതിനു മുമ്പ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ചാനലിൽ കയറിയ കാണാം. പിന്നെ അങ്ങനത്തെ ആ എക്സ്ട്രാ വരുമാനങ്ങൾ നമ്മൾ കണ്ടെത്തുക, അതിൽ നിന്നും ഉള്ള തുക മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണം, ഞാൻ എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ കൂട്ടുകാരന് കടം കയറിയപ്പോൾ അവൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യൂടാ? അപ്പം ഞാൻ പറഞ്ഞു, വഴിയുണ്ട്. നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും, നമുക്ക് എന്തൊക്കെ പണിയെടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ ആലോചിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ ഓരോന്ന് ആലോചിച്ചു. അവൻ പഠിച്ച പണിയെടുക്കാനാണെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകണം, ചിലവാണ്. ഇനി കിട്ടിയാൽ കിട്ടി, വിസയ്ക്ക് വേറെ പൈസ വേണം. ഈ കടം കയറിയിരിക്കുന്നിടത്ത് വിസയ്ക്കും പൈസയില്ല, ഒന്നിനും പൈസയില്ല. അപ്പോൾ അവൻ തീരുമാനിച്ചു, നാട്ടിലെ പണികളെടുക്കാം, നാട്ടിലെ പണി ചെയ്യാം. അപ്പോൾ ഒരു കടയിൽ കയറി നിൽക്കുന്ന ജോബ് ചെയ്യാൻ അവൻ തീരുമാനിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞത് വേണ്ട, ഒരു പണിയിൽ അങ്ങനെ മുഴുകിപ്പോയാൽ ചിലപ്പോൾ കടം വീടാൻ ടൈം എടുക്കും. അതുകൊണ്ട് നമുക്ക് പല പണികൾ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവന് റബ്ബർ വെട്ടറിയാം. അവൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകും. ഒരു 11 മണിയാകുമ്പോൾ ആ പണി കഴിയും. അത് കഴിഞ്ഞുള്ള നേരം അവൻ ഫ്രീ ആണ്. അത് കഴിഞ്ഞ് അവൻ ഇവൻ്റെ വീട്ടിൽ കാറുണ്ട്. അവൻ പ്രഷർ വാഷറുണ്ട് വീട്ടിൽ. പ്രഷർ വാഷർ കൊണ്ടാണ് അവൻ്റെ കാർ കഴുകുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, നിനക്കത് വേറെ ആൾക്കാർക്ക് കഴുകി കൊടുത്തൂടെ? അങ്ങനെ ഇവൻ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടു, അത് വീട്ടിൽ വന്ന് കഴുകി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ 1-2 പേര് വിളിച്ചു. അങ്ങനെ അത് ചെയ്തു. ഒരു കാറിന് അവന് 200 രൂപ ചാർജ് ചെയ്തു. അങ്ങനെ തന്നെ 10 കാറൊക്കെ ഒരാഴ്ചയിൽ ചെയ്യും. അതിന് വേറെ വരുമാനമായി അത്. പിന്നെ അവൻ വൈകുന്നേരങ്ങളിൽ പോയിട്ട് ഡെലിവറി ജോബ്സ് ചെയ്യാറുണ്ട് രാത്രി. അപ്പോൾ ഇങ്ങനെ അവൻ്റെ അധിക വരുമാനം കൂടി, വരുമാനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ അവൻ്റെ കടം വേഗം കുറഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ കടങ്ങളെ പൊരുതി തോൽപ്പിക്കേണ്ടത്. നമ്മളിലും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അവരിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനിയുള്ള കാലം കടം വാങ്ങാതിരിക്കുക. ഇനി എവിടെ നിന്നും കടം കിട്ടാനില്ല എന്ന് തീരുമാനിക്കുക. അപ്പോൾ അടവുകൾ 1-2 പെൻഡിങ്ങിൽ വെച്ചാലും പതുക്കെ അത് വീട്ടിൽ തീർത്താൽ മതി. ഇനി പുതിയ കടങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളപ്പോൾ പുതിയ വഴികൾ കണ്ടെത്തുക. അതായത് നമ്മുടെ സ്കില്ല്, നമുക്ക് എന്തൊക്കെ സ്കില്ലുണ്ടെന്ന് ആലോചിക്കുക. ആ സ്കില്ലുകൾ ഉപയോഗപ്പെടുത്തി 3-4 വർക്ക് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ കടം വീട്ടുക. കടം വരാൻ കാരണം നമ്മളാണല്ലോ, അത് വീട്ടേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ കാരണം വേറൊരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കട്ടെ. നമുക്ക് കടങ്ങൾ വീട്ടാം. അവിടെ നിന്നും ചെറിയ സേവിങ്സുകൾ അപ്പോഴേ തുടങ്ങി വെക്കണം. അതും നമുക്ക് ഉപകാരപ്പെടും. ലാസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് പെട്ടുപോയാൽ ആ സമയത്ത് എടുക്കാനും ആ സേവിങ്സ് നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്ക് അവിടെ നിന്ന് കയറി വരാം. അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഒരു ഉപാധിയാണ് ഈ ചാനൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.